നമ്മളുടെ നേരത്തെ മുൻകാലങ്ങളിൽ നമ്മളുടെ പൂർവികർ പറയുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. സ്ത്രീകൾ ഗോപിക്കുറി തുടരുതെന്ന് പറയും. ഇങ്ങനെ മേലോട്ട് സ്ത്രീകൾ ചന്ദനം തൊടേണ്ടത് മഞ്ഞൾ പ്രസാദമായാലും ചന്ദനമായാലും പാരലായിട്ടാണ് തൊടേണ്ടത് നെറ്റിക്ക്. ഇങ്ങനെ തൊടുന്നത് കൂടുതലും ആണുങ്ങളാണ്. എന്നാൽ ആണുങ്ങൾക്ക് പാരലായിട്ടും തൊടാം, ഗോപിക്കുറിയായിട്ടും തൊടാം. സ്ത്രീകൾ ഗോപിക്കുറി തൊടുമ്പോഴത്തേക്കും പറയും, പഴയ കാരണന്മാർ പറയും, സ്ത്രീകൾ അങ്ങനെ തൊടാൻ പാടില്ല. സ്ത്രീകൾ ഒന്നെങ്കിൽ വട്ടപ്പൊട്ട് അല്ലെങ്കിൽ പാരലായിട്ടാണ് ചന്ദനം തൊടേണ്ടത്. പുരുഷന്മാർ ഗോപിക്കുറി തൊടുന്നതാണ് ഉത്തമം. എന്നാലോ പാരലായിട്ടും പുരുഷന്മാർക്ക് ധരിക്കാം. എന്താണെന്നറിയോ എൻ്റെ പിന്നിലെ രഹസ്യം? പുരുഷന്മാരെന്തുകൊണ്ടാണ് ഗോപിക്കുറി തൊടണമെന്ന് പറയുന്നത്? അതാണ് ഉത്തമം എന്ന് പറയുന്നത്. സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഗോപിക്കുറി തുടരുതെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ശരീരത്തിൽ 6 എനർജികളാണുള്ളത്. അതിനകത്ത് 2ആയിട്ട് ആ എനർജിയെ വിഭജിക്കും. ഒന്ന് ശക്തിയെന്നും ഒന്ന് ചൈതന്യമെന്നും. അപ്പോൾ ശിരസിലെ രാജസം എന്ന് പറയുന്ന പുരുഷ ഗുണമാണ്. ഹൃദയത്തിലോ സാത്വികം എന്ന് പറയുന്ന പുരുഷ ഗുണമാണ്. പാദങ്ങളിലെ താമസം എന്ന് പറയുന്ന പുരുഷ ഗുണമാണ്. നമ്മളുടെ മനുഷ്യൻ്റെ ശരീരം ലംബമായിട്ട് എന്താണ്? പുരുഷ ഗുണമാണ്. എന്നാൽ പാരലായിട്ട് സ്ത്രീ ഗുണമാണ്. ഇത് ശക്തിയാണ്. രാജസം, സാത്വികം, താമസം എന്ന് പറയുന്നത് പുരുഷ ഗുണമാണ്. അത് ലംബമായിട്ടാണ്. അതേസമയമോ പാരലായിട്ട് സ്ത്രീഭാവമാണ്. കരാഗ്രേ ലക്ഷ്മി, കരാഗ്രത്തിൽ ലക്ഷ്മി, കരാഗ്രേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി. കരമധ്യം എന്ന് പറയുന്നത് ഇവിടെയാണ്. കരമധ്യം സരസ്വതി, കരമൂലെ പാർവതി. അപ്പോൾ അർദ്ധനാരീശ്വരാകൃതിയാണ് മനുഷ്യൻ. ഇങ്ങനെ പാരലായിട്ട് സ്ത്രീ ചൈതന്യമാണ്. ഇങ്ങനെ ലംബമായിട്ടോ പുരുഷ ശക്തിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതാണ്. ഒരേ സമയം 3 ചൈതന്യവും 3 ശക്തിയും ചേർന്ന് ത്രിമൂർത്തികളായിട്ട് ഇരിക്കുകയാണ് ത്രിഗണ വൈഭവത്താൽ. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ സാധ്യമാകുന്നത് ഈ ത്രിഗണ വൈഭവത്താലാണ്, ഈ ത്രിമൂർത്തി വൈഭവത്താലാണ്. കാരാഗ്രത്തിലെ സാത്വികി എന്ന് പറയുന്ന ചൈതന്യമാണ്. സാത്വികം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഗുണമാണ്. അത് അനുഭവിക്കുന്ന ഗുണം സാത്വികി. അതിനുവേണ്ടി സേവ ചെയ്യുന്ന ഗുണം ആരുടേതാണ്? ഈ സാത്വികി എന്ന് പറയുന്ന കരാഗ്രമാണ്. നമ്മുടെ ശിരസിലെ രാജസം എന്ന് പറയുന്ന ശക്തിയാണ്. ഹൃദയത്തിലോ സാത്വികം എന്ന് പറയുന്ന ശക്തിയാണ്. അത് രണ്ടും ഇരിക്കുന്നത് ശുഭത്വമായിരിക്കുന്ന ഈ ശരീരത്തിലാണ്. താമസം എന്ന് പറയുന്ന ഗുണമാണ് ശരീരത്തിന്. അപ്പോൾ ദ്വിപാദങ്ങളിലും എന്താണ് ഗുണം? താമസം എന്ന് പറയുന്ന ഗുണം ദ്വിപാദങ്ങളിലുമാകുന്നു. ഈ ശരീരം താങ്ങി നിർത്തുന്നത്, താമസമായിരിക്കുന്നത്, താമസിക്കുന്നത് ഈ പാദങ്ങളിലുമാകുന്നു. അപ്പോൾ രാജസം, സാത്വികം, താമസം ഇത് പൗരുഷമേക്കുന്ന പുരുഷഭാവമാണ്. എന്നാൽ പാരലായിട്ടോ, നമ്മുടെ ശരീരം പാരലായിട്ട് ഇങ്ങനെ വെച്ചാൽ അതേ നീളമാണ്. എത്രയാണോ നമ്മളുടെ ഉയരം അത്രയും നീളമുണ്ട് നമ്മളുടെ ഈ കരവലയത്തിന്. അപ്പോൾ ഇത് നമ്മളുടെ ചൈതന്യമാണ്. നമ്മളുടെ കൈത്തലം നമ്മളുടെ ചൈതന്യമാണ്. ശരീരം നമ്മളുടെ ശക്തിയാണ്, കൈത്തലം നമ്മളുടെ ചൈതന്യമാണ്. ഇതിനകത്ത് സാത്വികി എന്ന് പറയുന്ന ആ സ്റ്റേറ്റാണ്, ആ തലമാണ്. സാത്വികി എന്നാണ് ഗുണം. കരാഗ്രേ സാത്വികി, കരമധ്യം രാജസി, കരമൂലെ താമസി. താമസിയായിരിക്കുന്നത് ആരാണ്? താമസിയായിരിക്കുന്നത് ജീവനാണ്. അതെവിടെയാണ്? കരമൂലത്തിലാണ്. അപ്പോൾ ലക്ഷ്മി, സരസ്വതി, പാർവതി, സാത്വികി, രാജസി, താമസി ഇത് ശ്രീ ചൈതന്യമാണ്. അപ്പോൾ അതിങ്ങനെ വരുമ്പോഴാണ്, പാരലാകുമ്പോഴാണ് ചൈതന്യമാകുന്നത്. ഇത് സ്ത്രീഭാവമാണ്. ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് മാതൃത്വത്തിൻ്റെ ആ ഗുണത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. അമ്മ മക്കളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അമ്മയുടെ ആ ചൈതന്യത്തെ മക്കൾക്ക് പകരുവാൻ കഴിയുന്നത്. ഇതാണ് സ്ത്രീഭാവം. ലംബമായിട്ട് നിവർന്നു നിൽക്കുവാനുള്ള ശേഷിയാണ് പൗരുഷം. ഇത് രണ്ടും ചേർന്ന അർദ്ധനാരീശ്വര സങ്കല്പമാണ് മനുഷ്യൻ. അപ്പോൾ പൗരുഷത്തിൻ്റെ പ്രതീകമായിട്ട് ഗോപിക്കുറി എങ്ങനെയാണ് തൊടേണ്ടത്? നേരെ മുകളിലേക്കാണ് തൊടുന്നത്, ലംബമായിട്ടാണ്. എന്നാൽ അതേസമയം ജീവാത്മശക്തിയുമാണ്, ഒരേ സമയം പരമാത്മ ചൈതന്യവുമാണ്. അപ്പോൾ നമുക്ക് പുരുഷന്മാർക്ക് വേണമെങ്കിൽ പാരലായിട്ടും തൊടാം. പക്ഷേ സ്ത്രീകൾക്ക് എപ്പോഴും ഗോപിക്കുറി തൊടുവാൻ പറയുന്നില്ല. സ്ത്രീകൾക്ക് പാരലായിട്ട് തൊടുന്നതാണ് അവരുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുവാൻ കഴിയുള്ളൂ. പുരുഷന്മാർക്ക് ഗോപിക്കുറി തൊടുന്നതാണ് ഉത്തമം. ഇതാണ് ഈ പറയുന്നതിൻ്റെ വസ്തുത. അപ്പോൾ ഗോപിക്കുറി ഇങ്ങനെ തൊടുന്നത് വിവേചനമാണോ എന്ന് ചോദിച്ചാൽ അറിവ് കൊണ്ടുള്ള വിവേചനമാണ്. വിവേചിച്ചറിയുന്നതാണ്. വിശേഷേണ ഗ്രഹിക്കുമ്പോഴാണ് ഇതിനെല്ലാം പ്രാധാന്യം വരുന്നത്. അങ്ങനെ ഗ്രഹിച്ചില്ലെങ്കിലോ ഇതിനൊന്നും പ്രാധാന്യമില്ല. ആർക്കും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല.
കാരണം കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന അവസ്ഥയിലാണെന്ന്. എല്ലാവരും ആചാരങ്ങൾ ചിട്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് തലങ്ങളുണ്ട്. ഇതിനകത്തേക്കെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വലിയ വലിയ അറിവുകളാണ് നമ്മളുടെ കാരണന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ചന്ദനം പാരലായിട്ട് തൊടുമ്പോൾ സ്ത്രീകൾക്ക് ചൈതന്യം കൂടും, പുരുഷന്മാർക്ക് ഗോപിക്കുറിയായിട്ട് തൊടുമ്പോൾ പുരുഷന്മാർക്ക് ശക്തി കൂടും എന്നൊക്കെ പറയുന്നത് ഒരേ സമയം പുരുഷൻ ജീവാത്മശക്തിയും പരമാത്മ ചൈതന്യത്തിൽ നിന്നും ജനിച്ച ശൈവ ശക്തിയുമാണ്. സ്ത്രീകളോ ശിവയുടെ പാർവതിയുടെ ചൈതന്യത്താൽ ജീവാത്മശക്തിയിൽ നിന്നും ഉയർക്കൊണ്ട പരമാത്മ ചൈതന്യമാണ്. അപ്പോൾ ശിരസ്സിനാണ് പ്രാധാന്യം. സ്ത്രീകൾക്ക് ശിരസ്സിനാണ് പ്രാധാന്യം. സ്ത്രീകൾക്ക് തിരുനെറ്റിയിൽ ചന്ദനം ചാർത്തിയാൽ മതി, തൃപ്തിയാണത്, അത് ചൈതന്യമാണ്. പുരുഷന് ശിരസിലും അതേസമയം ഹൃദയസ്ഥാനവും ചന്ദനം കൊണ്ട് അലങ്കരിക്കണം. അപ്പോൾ ഒരേ സമയം പരമാത്മശക്തിയും ജീവാത്മശക്തിയും ആയതുകൊണ്ടാണ് പുരുഷന് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്.